ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പൊതിച്ചോറ് കെട്ടലാണ്. ചെറിയൊരു പൊതിച്ചോറാണ് കേട്ടോ. അധികം ഒരുപാട് കറികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ ഇപ്പോൾ പാല് തിളച്ച് പോയേനെ രാവിലെ തന്നെ ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റണം. ചോറ് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ പച്ചക്കറികളൊക്കെ എടുക്കുവാണ് നമ്മൾ അവിയലിന് വേണ്ടിയിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പരിപ്പ് കറിയാണ്. അത് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുമല്ലോ. പിന്നെ ഞാൻ പൊതിച്ചോറിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് മൊത്തം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ചോറൊക്കെ തിളച്ചു, അതങ്ങ് ഊറ്റിയിട്ടു. പിന്നെ ഞാൻ പുതിയ ചട്ടിയിലാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കുന്നത്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിന് 55 രൂപയോ മറ്റോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിതൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 55 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇത് നമ്മൾ പച്ചക്കറികളെല്ലാം അതിലേക്ക് അരിഞ്ഞിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. കവർ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ പരിപ്പും ആ കൂട്ടത്തിൽ വെച്ചു കേട്ടോ, പരിപ്പ് കറിക്കുള്ളത്. പിന്നെ ഞാൻ തേങ്ങ തിരിങ്ങിയെടുക്കുവാണ്. ഇതിന് രണ്ടിനും, ചമ്മന്തിക്കും അവിയലിനും വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ തിരിങ്ങിയെടുത്തു, മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ നമുക്ക് മുട്ട വറുത്തതില്ലാത്തൊരു പൊതിച്ചോറിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. അപ്പോൾ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്, 4 പേർക്കും വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് 4 പേർക്കും വേണ്ടിയിട്ട്. അങ്ങനെ മുട്ടയിൽ ഞാൻ ഇടുന്നത് കാന്താരിമുളകും ചെറിയുള്ളിയാണ്. കാന്താരിമുളകും ചെറിയുള്ളിയും ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടാണ് ഇടുന്നത് കേട്ടോ. കാന്താരിമുളക് ഞാൻ കൈ കൊണ്ട് പിച്ചാത്തിക്കൊന്നും അരിയില്ല, ചെറുതായിട്ട് ഇങ്ങനെ മറ്റേ ഫിഷ് കട്ടറിൽ ഇങ്ങനെ കുനുകുനായിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ. ചിലപ്പം എരിയും നമ്മുടെ കൈയൊക്കെ, അതുകൊണ്ട്. അങ്ങനെ ഞാൻ അപ്പച്ചട്ടിയിലാണ് മുട്ട വറുത്തത് ഉണ്ടാക്കുന്നത്. ബിക്കോസ് മുട്ട വറുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പച്ചട്ടിയിൽ പെട്ടെന്ന് അപ്പം ഇളകി കിട്ടും. അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ, നേരത്തെ തന്നെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അറിയത്തില്ല, കണ്ടെത്തിയൊരു ട്രിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറ് ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്തിട്ട് ചോറ് വെച്ചു. ഇച്ചിരി ഉള്ളിക്കറി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഉള്ളിക്കറി വെച്ചു, മുട്ട വറുത്തത് വെച്ചു, ചമ്മന്തി വെച്ചു, അവിയൽ വെച്ചു. ഇത്രയാണ് നമ്മുടെ കറികൾ. ചെറിയൊരു പൊതിച്ചോറ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ച് പൊതിഞ്ഞെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു പൊതിച്ചോറാണ്, കുഞ്ഞൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ. വീഡിയോ